ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ റമദാൻ സ്പെഷ്യൽ ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ലോക്ക്ഡൗൺ ആണ്ട് ഉഴുന്നുവടയൊക്കെ കടയിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്ന് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ജാറിലേക്ക് ഇട്ട് കൊടുത്ത ഉഴുന്നിലേക്ക് ഒരു പച്ചമുളക് 1 ഇഞ്ച് ഞാൻ 2ആയിട്ട് പീസ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി 2ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇട്ടു. അപ്പം 4 സ്പൂൺ വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാത്രമേ അരച്ചിട്ടുള്ളൂ. 6-7 ഉഴുന്നുവടയ്ക്കുള്ളത് മാത്രമേ അരച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു തവണ നമുക്കിത് അരച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ ഇടുന്നവർ 2-3 ട്രിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ 1 സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം അത് വറുത്ത അരിപ്പൊടി തന്നെ ഉപയോഗിക്കുക. അപ്പം നല്ലൊരു സോഫ്റ്റും ഒരു ക്രിസ്പിയും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊരു 3 മണിക്കൂർ 4 മണിക്കൂറത്തേന് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പുളിച്ചു വന്ന് നോക്കാം. നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിത് ചുടുവാണെങ്കിൽ ഇപ്പം മാത്രമേ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ. അപ്പോൾ ഒരു സ്പൂൺ ഉള്ളി ഞാൻ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പും ചേർത്ത് ഇനി അടുത്തത് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇതെല്ലാം ചുടുന്നതിൻ്റെ ആ സമയത്തെ ഇടാവൂ. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും. ഉള്ളിയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ഉഴുന്നുവട കറക്റ്റ് ഷേപ്പിൽ തയ്യാറാക്കി ഇടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പാൻ അടുപ്പേ വയ്ക്കാം. പാൻ നല്ല ചൂടായി വരുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു. ഓയിൽ നല്ല ചൂടാവട്ടെ. നമുക്കപ്പം ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് കൈ നന്നായിട്ട് നമുക്ക് 2 കൈയും അതേപോലെ തന്നെ നമുക്ക് നനച്ചെടുക്കണം. നനച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബോൾ പിടിച്ച് അത് നന്നായിട്ട് ഉരുട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു കിഴ്ത്തിയിട്ട് കൊടുക്കുക. അപ്പം നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ടുള്ള ഉഴുന്നുവട റെഡിയായിട്ട് കിട്ടും. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ട് കടകളൊന്നും നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല വെളിയിൽ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയേ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നടക്കുക നോക്കണം. പുറം നല്ല മൊരിഞ്ഞിട്ടുണ്ട്, അകവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നല്ല ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ഉഴുന്നുവടയാണ്. അപ്പം നമുക്ക് ബാക്കിയും കൂടി ഇതേപോലെ തയ്യാറാക്കി ഇട്ട് എണ്ണയിലേക്ക് കൊടുത്ത് നമുക്കെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയൊക്കെ കഴിക്കാം. നമുക്ക് നല്ലൊരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഏതൊരു സാധനവും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി നോക്കി നമ്മളത് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെ അത് കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പം നമ്മുടെ ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അഴകുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഉഴുന്നുവട 6 എണ്ണം ഉണ്ട്. അത് 6 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതേപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ, ബൈ, സി യു.